നമസ്കാരം. ഇൻസൈറ്റ് ദ ട്രൂ സയൻസിൻ്റെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ചാപ്റ്ററാണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ചും ആ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെടുത്തി ആറ്റം മോഡൽ, ആറ്റം മാതൃകകൾ, അത് എങ്ങനെ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു, അതിന് ഉതകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളുമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതൊന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ആറ്റം മാതൃകയെക്കുറിച്ചുള്ള നല്ലൊരു അവബോധം ഉണ്ടാകണം. 8ാം ക്ലാസ്സിലാണ് നമ്മൾ ആറ്റം മാതൃക പഠിച്ചു തുടങ്ങുന്നത്. 8ാം ക്ലാസ്സിലെ ആറ്റം മാതൃക തുടങ്ങുന്നത് 1808 ജോൺ ഡാൾട്ടൺ തയ്യാറാക്കിയ അറ്റോമിക് മോഡൽ, ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ, ഡാൾട്ടൻ്റെ ആറ്റം മാതൃക, അതാണ് നമ്മൾ 8ാം ക്ലാസ്സിൽ തുടങ്ങുന്നത്. 9ാം ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ആ ഡാൾട്ടൻ്റെ ആറ്റം മാതൃകയിൽ നിന്നും ബോർ ആറ്റം മാതൃകയിൽ വന്നെത്തും. ബോറിൻ്റെ ആറ്റം മോഡലിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ആദ്യമേ നമ്മൾ ഈ ആറ്റം മാതൃകയെക്കുറിച്ചുള്ള പഠനം ഒരു അവസാനമില്ലാതെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം കൊച്ചു കുട്ടികളെല്ലാം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആറ്റം മാതൃക നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റും. ജോൺ ഡാൾട്ടൺ ആറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ആറ്റം എന്നുള്ളത് വിഭജിക്കാൻ പറ്റാത്ത ഏറ്റവും ചെറിയ കണമായിരുന്നു. ജോൺ ഡാൾട്ടൻ്റെ ആറ്റം മാതൃക, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, അദ്ദേഹം പറയുന്നത് ആറ്റം ഈസ് എ സ്മാളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ എന്നാണ്. ആറ്റത്തെ വിഭജിക്കാൻ പറ്റാത്ത ഏറ്റവും ചെറിയ കണമായാണ് അദ്ദേഹം കണ്ടത്. അങ്ങനെ തന്നെയാണ് ആറ്റം എന്ന പേര് തന്നെ വന്നത്. അറ്റമോസ് എന്ന വാക്കിൽ നിന്നാണ്. വിഭജിക്കാൻ പറ്റാത്തത്, ഇൻഡിവിസിബിൾ എന്നാണ് അറ്റമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് ആറ്റം മാതൃക അല്ലെങ്കിൽ ആറ്റം എന്ന പേര് ആദ്യം ഉണ്ടായത്. എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കും. എന്താണ്, സെയിം എലമെൻറ്റ്സ് ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ്, ബട്ട് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, വ്യത്യസ്ത മൂലകങ്ങൾക്ക് അതിൻ്റെ ആറ്റത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് ആറ്റംസ് വിത്ത് ഡിഫറെൻറ്റ് ഇൻ മാസ്. അതിൻ്റെ മാസിൽ, പിണ്ഡത്തിൽ വ്യത്യാസം വരും എന്നൊക്കെ കുറേ അസംഷൻസ് ജോൺ ഡാൾട്ടൺ പറയുകയുണ്ടായി. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ജോൺ ഡാൾട്ടൺ പറഞ്ഞ സിദ്ധാന്തങ്ങൾ, പോസ്റ്റുലേറ്റ്സുകൾ ഏകദേശം 100 വർഷത്തോളം നിലനിന്നു എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം ആ പറഞ്ഞതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജോൺ ഡാൾട്ടൺ 1808 ഈ സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെയും ശാസ്ത്ര ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ആ ശാസ്ത്ര ഗവേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നമ്മുടെ ജെ തോംസണും അതുപോലെ തന്നെ ക്രോക്സ്, ഇങ്ങനെ തുടങ്ങിയ കുറേ സയൻറ്റിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരുന്ന ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്ന് പറയും. അതായത് ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് മർദ്ദം കുറച്ച് ലോ പ്രഷറിൽ ഗ്യാസസിനെ നിറച്ചിട്ട് അതിനകത്ത് നടത്തിയ ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തം കഴിഞ്ഞ് ഇലക്ട്രിക് ഡിസ്ചാർജുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ്. ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും 1880-കളുടെ അവസാനത്തിൽ, എന്ന് വെച്ചാൽ 1900-ൻ്റെ തുടക്കത്തിൽ ജെ തോംസൺ അവിടെ വെച്ച് ഇലക്ട്രോൺ എന്ന് പറയുന്ന ചെറിയ കണത്തെ കണ്ടുപിടിച്ചു. പിന്നീട് അതേ സമയത്ത് തന്നെ നമുക്ക് ഗോഡ്സ്റ്റീൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരു പോസിറ്റീവ് കണത്തെ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിനത് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ആ കണത്തെ കണ്ടുപിടിക്കാൻ പിന്നെയും 1917 വരെ സമയം നമുക്ക് ഉണ്ടായിരുന്നു. റൂദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വലിയ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് അദ്ദേഹം അവിടെ വെച്ച് ഒരു പോസിറ്റീവ് ചാർജുള്ള സെൻറ്റർ ആറ്റത്തിനുണ്ടെന്ന് പറഞ്ഞു. അവിടെ അതിന് ന്യൂക്ലിയസ് എന്ന് പേരിട്ടു. ആ ന്യൂക്ലിയസിൽ അവിടെ പോസിറ്റീവ് ചാർജിന് കാരണം പ്രോട്ടോൺ ആണെന്ന്, അതിനെ കനാൽ റേസ് എന്നും പറഞ്ഞ് പ്രോട്ടോൺ ആണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. പിന്നെയും കാലങ്ങൾ കഴിഞ്ഞു. 1940 കാലഘട്ടത്തിലാണ് ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്
അവിടെ ആറ്റത്തിനകത്ത് അതിൻ്റെ കേന്ദ്രമുണ്ടെന്നും ആ കേന്ദ്രത്തിനകത്ത് ചാർജൊന്നുമില്ലാതെ മാസ് മാത്രമുള്ളൊരു കണമുണ്ടെന്നും പറഞ്ഞു, ഒരു ചെറിയ പാർട്ടിക്കിൾ ഉണ്ടെന്നും പറഞ്ഞു. സോ ദാറ്റ് പാർട്ടിക്കിൾ ഹി നെയിംഡ് ആസ് ന്യൂട്രോൺ. അതിനെ ന്യൂട്രോൺ എന്ന പേര് വിളിച്ചു. അപ്പോൾ നോക്കേ, പല കാലഘട്ടത്തിൽ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ചെറിയ കണങ്ങളെ ചെറിയ പാർട്ടിക്കിൾസിനെ നമ്മൾ കണ്ടുപിടിച്ചു, ടൈനി പാർട്ടിക്കിൾസ്. അതിന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത പാർട്ടിക്കിൾസാണ്. അങ്ങനെ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആദ്യമേ ഡാൾട്ടൺ പറഞ്ഞ സിദ്ധാന്തം തെറ്റാണ്. ആ സിദ്ധാന്തത്തിൽ നിന്ന് മാറി ആറ്റത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആറ്റം ഈസ് ഡിവിസിബിൾ. അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട്, ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ ഈ 3 കണങ്ങളും ആറ്റത്തിനകത്തുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിച്ചത് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന മൗലിക കണങ്ങളെന്നാണ് പറഞ്ഞത്. കാര്യം ഈ മൗലിക കണങ്ങൾ വെച്ചാണ് ഒരു സബ്സ്റ്റൻസ്, ഒരു വസ്തു നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അത് ക്രമീകരിച്ചത് മൂലമാണ് ആറ്റങ്ങൾ ഉണ്ടായത്. ആ ആറ്റങ്ങൾ വെച്ചാണ് നമ്മൾ പറയുന്ന ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ ആറ്റങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ മൂലകങ്ങൾ, എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആ എലമെൻറ്റിൽ നിന്നാണ് നമുക്ക് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. ആ കോമ്പൗണ്ടിൽ നിന്നാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നതും നമുക്ക് ഇന്ന് ലോകത്ത് കാണുന്ന ഈ വസ്തുക്കൾ, ഡിഫറെൻറ്റ് തിങ്സ് ആർ സബ്സ്റ്റൻസ് വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നോക്കി, അവിടെ തുടക്കം വരുന്നത് നമ്മൾ ആറ്റങ്ങളാണ്. അപ്പോൾ ആറ്റത്തെ ഡിവൈഡ് ചെയ്യാം, ആറ്റത്തിനകത്ത് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചത് ഈ ആറ്റത്തിനകത്തുള്ള ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിനെ എങ്ങനെയാണ് ഒരു ആറ്റത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ്. അവിടെയും ആറ്റം മോഡൽ തുടക്കത്തിൽ പറഞ്ഞു തന്നത് ജെ തോംസണാണ്. അദ്ദേഹത്തിൻ്റെ മോഡലിൻ്റെ പേര് പ്ലം പുഡിംഗ് മോഡൽ, ഓർ റൈസൻ പുഡിംഗ് മോഡൽ, ഓർ വാട്ടർ മെലോൺ മോഡൽ എന്നൊക്കെയുള്ള പേരുകളുണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം എന്താണ്? ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും നമ്മുടെ വീട്ടിലുള്ള തണ്ണിമത്തൻ, വാട്ടർമെലോൺ, അതിനകത്ത് കറുത്ത കുരുക്കൾ പോലില്ലേ? തണ്ണിമത്തൻ നമ്മൾ വെട്ടി പകുതി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു പാതി വെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്താ? ചുമന്ന അതിൻ്റെ ഫ്ലഷ്, ആ തണ്ണിമത്തൻ്റെ ഫ്ലഷിനുള്ളിൽ കറുത്ത കുരുക്കൾ ഇങ്ങനെ കിടക്കുന്നതില്ലേ? അതേപോലാണ് പോസിറ്റീവ് ചാർജുള്ള സീകളിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ കിടക്കുന്നതെന്നാണ് ഈ ജെ തോംസൺ അന്ന് പറഞ്ഞ മോഡൽ. അത് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് അത് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അത് പോയി. അത് കഴിഞ്ഞാണ് നമ്മൾ ആറ്റം മാതൃകയുടെ ഏറ്റവും ആദ്യത്തെ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള തൃപ്തികരമായ ഒരു മോഡലുമായിട്ട് റൂദർഫോർഡ് എന്ന് പറയുന്ന ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വന്നത്. റൂദർഫോർഡിൻ്റെ മോഡലിൽ അദ്ദേഹം പറഞ്ഞ എന്താണ്? അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു സെൻറ്റർ പാർട്ടുണ്ട്. അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ഈ ന്യൂക്ലിയസ് ആറ്റത്തിനുണ്ട്. അതിനെ ചുറ്റി ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇലക്ട്രോൺ കറങ്ങുന്നത് എങ്ങനെയാണ്? ഈ ന്യൂക്ലിയസിനെ ചുറ്റി ഇലക്ട്രോൺ കറങ്ങുന്നത് പറയുന്നത് എങ്ങനെയാണ്? പ്ലാനറ്റ്സ് എങ്ങനെയാണോ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെയാണ് ഈ ന്യൂക്ലിയസിനെ ചുറ്റി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ആര് പറഞ്ഞത്? റൂദർഫോർഡ് പറഞ്ഞത്. അപ്പോൾ റൂദർഫോർഡിൻ്റെ ഈ ആറ്റം മാതൃകയെ അന്നേരം നമ്മൾ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് സംഭവിച്ചു, ഈ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിന് ചില കുഴപ്പങ്ങളുണ്ടായി. ആ കുഴപ്പങ്ങൾ പിന്നീടുള്ള ഡെവലപ്മെൻറ്റിൽ നമുക്ക് വന്നതാണ്. ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഡെവലപ്പ് ചെയ്തെടുത്തു. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്വഭാവമുള്ള ഏതൊരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോണെ കണക്കുള്ള ഏതെങ്കിലും ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഈ സബ്ജക്റ്റഡ് ടു എ സർക്കുലർ മോഷൻ, അതൊരു സർക്കുലർ പാത്തിലൂടെ ഇങ്ങനെ തുടർന്ന് സഞ്ചരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്കും അത് എനർജി പുറത്തേക്ക് വിട്ട് ഈ സർക്കുലർ പാത്തിൻ്റെ നടുക്ക് വന്ന് വീടുമെന്നാണ്. അപ്പോൾ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക അനുസരിച്ച് അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾ ഇങ്ങനെ എനർജി പുറത്തേക്ക് വിട്ട് കുറേ കഴിയുമ്പോൾ ന്യൂക്ലിയസിൽ വന്ന് വീണാൽ എന്ത് സംഭവിക്കും? ആ ആറ്റം ഇല്ലാതായിത്തീരും. ഇങ്ങനെ ഒരു സാധ്യത ഒരിക്കലുമില്ല. അതുകൊണ്ട് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡിന് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലും അവഗണിക്കപ്പെട്ടു. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് ബോർ ആറ്റം മാതൃക വന്നത്. അതാണ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയിരിക്കുന്ന ആറ്റം മാതൃകയാണ് ബോറിൻ്റെ ആറ്റം മാതൃക.
നീൽസ് ബോർ ആണ് യഥാർത്ഥത്തിൽ വളരെ തൃപ്തികരമായി ആറ്റത്തിന് ഒരു മാതൃക ഉണ്ട്, ഒരു മോഡൽ ഉണ്ട് എന്ന് തെളിയിച്ചു തന്ന സയൻറ്റിസ്റ്റ്. നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയാണ് നമ്മൾ ഒരു എന്താ പറയുക ഇച്ചിരി വിശ്വാസപരമായി നമ്മൾ കുറച്ച് കൊണ്ടു നടന്നൊരു ആറ്റം മാതൃക നീൽസ് ബോറിൻ്റെയാണ്. അപ്പോൾ എന്താണ് നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയിൽ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക കണക്ക് തന്നെ ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ സെൻറ്ററിലുണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്ന കണക്ക് ഇതാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ സെൻറ്ററിലുണ്ട്. ഈ ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒന്നാമത്തെ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലെന്ന് പറയും. ഒന്നാമത്തെ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. ഈ ഒന്നാമത്തെ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇലക്ട്രോണുകളുടെ പ്രത്യേകത ഇതൊരിക്കലും ഈ ഷെല്ലിൽ നിന്ന് വേറെ എങ്ങോട്ടും പോകുകയില്ല. അൺലെസ് ആൻഡ് അൻറ്റിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു എനർജി ഇതിന് കിട്ടുന്നിടം വരെ, അല്ലെങ്കിൽ ഇതിൻ്റെ എനർജി പുറത്തേക്ക് പോകുന്നിടം വരെ 2 സാധ്യതയുണ്ട്. ഈ ഇലക്ട്രോണിന് എനർജി കിട്ടിയാൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺ മുകളിലത്തെ ഷെല്ലിലേക്ക് പോകും. ഇലക്ട്രോൺ എനർജി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ താഴത്തെ ഷെല്ലിലേക്ക് വരും. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രോൺ അവിടെ നിന്ന് എങ്ങും പോകത്തില്ല. ഫിക്സഡ് ഓർബിറ്റൽ, സ്ഥിര ഊർജ നില, സ്റ്റേഷനറി ഓർബിറ്റ് എന്നുള്ള പേരൊക്കെ ഈ ആര് കൊടുത്തിയാണ്? നീൽസ് ബോർ കൊടുത്തത്. അപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റ് അവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടാമതൊരു ഓർബിറ്റ് ഉണ്ട്, അതിനെ രണ്ടാമത്തെ ഷെല്ല് അല്ലെങ്കിൽ കെ കഴിഞ്ഞ് എൽ ഷെല്ല് എന്ന് വിളിക്കും. എൽ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 8 ഇലക്ട്രോണാണ്. അപ്പോൾ 8 ഇലക്ട്രോണുകൾ ഇതിലേക്കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ 2 ഊർജ്ജ നിലകളുണ്ട്. ഇനി മൂന്നാമത്തെ ഷെല്ലിനെ വിളിക്കുന്ന പേര് എം ഷെൽ എന്നാണ്. അവിടെ 18 ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നാലാമത്തത് എന്താണ്? കെ എൽ എം എൻ ഷെല്ല്. എം ഷെല്ലും നാലാമത്തത് എൻ ഷെല്ലുമാണ്. അപ്പോൾ അവിടെ എത്ര ഇലക്ട്രോണാണ്? 32 ഇലക്ട്രോൺ. അപ്പോൾ ഈ എണ്ണം പറയാൻ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ചെറിയ ഫോർമുല എടുത്തൊന്നു. എന്താണ്? ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് revolving in an orbit, the maximum number of electron revolving in an orbit, the equation is 2n square എന്നൊരു ഇക്വേഷൻ പറഞ്ഞു. 2n square where n is equal to 1 2 3 4 etc. അതാണ് ഈ ഊർജ്ജ നിലകളുടെ നമ്പറാണ്. ഒന്നാമത്തെ ഊർജ്ജ നില, രണ്ടാമത്തെ ഊർജ്ജ നില, മൂന്നാമത്തെ ഊർജ്ജ നില, നാലാമത്തെ, അല്ലെങ്കിൽ ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്. അപ്പോൾ n is equal to 1 ആകുമ്പോൾ 2, എന്നിന് പകരം 1 കൊടുത്തു നോക്കുന്നത് 2 × 1 square is equal to 2 എന്ന് കിട്ടും. n is equal to 2 ആകുമ്പോൾ എന്ത് കിട്ടും? 2 × 2 square is equal to 2 × 4 is equal to 8 എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ഓർബിറ്റിൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. മൂന്നാമത്തെ ഓർബിറ്റിൻ്റെ കാര്യം എടുത്തൊക്കെ 2 × 3 square. 3 square എന്ന് പറഞ്ഞാൽ 9 ആണ് അല്ലേ? 9 ആണ്. അപ്പോൾ 2 × 9 എന്ന് പറഞ്ഞാൽ 18 കിട്ടും. നാലാമത്തതാണെങ്കിൽ 2 × 4 square എന്ന് പറഞ്ഞാൽ 4 square എന്ന് പറഞ്ഞാൽ 16, 16 ആണ്. അപ്പോൾ 2 × 16 എത്ര കിട്ടും? 32 കിട്ടും. അപ്പോൾ നോക്കെ, ഈ ഓരോ ഷെല്ലിലുമുള്ള ഓർബിറ്റുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ 2n square എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ ബോർ ആറ്റം മാതൃക അനുസരിച്ചുള്ള ഈ ഓർബിറ്റുകൾ ഇവിടെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ മാറിയിട്ട് ഇനി കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ ബോർ ആറ്റം മാതൃക അവസാനമാണോ എന്ന് ചോദിച്ചാൽ അത് അവസാനമല്ല. കാര്യം ബോർ ആറ്റം മാതൃക വെച്ച് നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ എലമെൻറ്റിൻ്റെ ആറ്റം അല്ലെങ്കിൽ അറ്റോമിക് സ്ട്രക്ചർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ആറ്റം മോഡൽ മാതൃക നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ അതിനും ചില കുഴപ്പങ്ങൾ പിന്നീട് കണ്ടെത്തി. ആ കുഴപ്പങ്ങൾ കണ്ടെത്തിയത് മോഡേൺ അറ്റോമിക് തിയറി, ആധുനിക അറ്റോമിക സിദ്ധാന്തം കൊണ്ടുവന്നപ്പോഴാണ്. അതിന് പ്രധാനമായിട്ടും അതിന് നേതൃത്വം കൊടുത്തത് ഇർവിൻ ഷ്രോഡിംഗർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ബോർ ആറ്റം മാതൃകയുടെ 2 ഡയമെൻഷൻ ദ്വിമാന തലത്തിൽ നിന്നും ത്രിമാന തലത്തിലേക്ക് പോകുന്നതാണ് പുതിയ ആറ്റോമിക് തിയറി എന്ന് പറയുന്നത്. ആ ആറ്റോമിക് തിയറിയുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ മാത്രമേ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ഇത്രയും ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാൻ കാര്യം, ഈ നിങ്ങളിതിൻ്റെ ഒരു 2ൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് വലിയ പുതിയ തിയറി പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാര്യം ആ തിയറി മൊത്തവും നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷേ ആ തിയറിയിൽ ഉള്ള ഇടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതാണ് ഏറ്റവും വിഷമകരം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, സാറേ ഈ പറഞ്ഞ സാധനം എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ ഇങ്ങനെയുള്ളൊരു വഴിയേ ഉള്ളൂ. അപ്പം ദ്വിമാന തലത്തിൽ നിന്നും
ത്രിമാന തലത്തിലേക്ക് ഈ ആറ്റത്തിൻ്റെ മാതൃക മാറി വരുന്ന ഒരു സിദ്ധാന്തമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ആ സിദ്ധാന്തം നമ്മൾ ബോർ ആറ്റം മാതൃകയുടെ തുടർച്ചയായിട്ട് പഠിച്ചു വരികയാണ്. ഇതാണ് ഈ ചാപ്റ്ററിനെ കുറിച്ച്, ഈ പാഠത്തെക്കുറിച്ച് എനിക്ക് തരാനുള്ള ഒരു ആമുഖം എന്ന് പറയുന്നത്. പുസ്തകം എടുത്തു കഴിഞ്ഞാൽ പുസ്തകത്തിൽ ആദ്യം കാണുന്നത് ഒരു കുട്ടി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ലേ? കുട്ടിയുടെ പുസ്തകത്തിൻ്റെ താഴെ എന്ത് എഴുതിയിരിക്കുന്നു? അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ബോർ മാതൃകയ്ക്കപ്പുറം മറ്റൊരു ആറ്റം മാതൃകയോ, ഷെല്ലുകൾക്കുള്ളിൽ വീണ്ടും ഷെല്ലുകളോ, ആറ്റത്തിനുള്ളിൽ രഹസ്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇത് സത്യമാണ്. ആറ്റത്തിനുള്ളിലെ രഹസ്യം ഒരിക്കലും അവസാനിക്കത്തില്ല. അത് ഇപ്പോഴും നിഗൂഢമായി തന്നെ ഇരിക്കുകയാണ്. നമ്മൾ കുറച്ച് തിയറിയൊക്കെ പറഞ്ഞ് ഇലക്ട്രോൺ ഇവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ എവിടെയാണ്, ന്യൂട്രോൺ എവിടെയാണ്, പ്രോട്ടോൺ എവിടെയാണെന്ന് ഇപ്പോഴും നിഗൂഢമായ രഹസ്യമായി തന്നെ തുടരുന്നു. പക്ഷേ നമുക്കത് പഠിച്ചേ പറ്റൂ. അപ്പോൾ അത് കണ്ടെത്താൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ആറ്റത്തിനുള്ളിൽ ഈ പറഞ്ഞ ഇലക്ട്രോണും ന്യൂട്രോണും ഒക്കെ ഇരിക്കുന്നത്, ബോർ ആറ്റം മാതൃകയ്ക്ക് അപ്പുറത്തേക്കും ഒന്നുണ്ടോ എന്നുണ്ട്. അവിടെയാണ് നമ്മൾ പുതിയ ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. ബോർ ആറ്റം മാതൃകയിൽ നമ്മൾ പഠിച്ച ഊർജ നിലകൾ, സ്റ്റേഷനറി ഓർബിറ്റ്, അതുകൂടാതെ ഓരോ ഓർബിറ്റിലും പിന്നെയും ചെറിയ ചെറിയ ഉപ ഊർജ നിലകളുണ്ട്. ആ ഉപ ഊർജ നിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് ഷെല്ലുകൾ എന്ന് പറയും. ഉപ ഊർജ നിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് ഷെല്ലുകൾ. അപ്പോൾ ഏതൊക്കെ സബ് ഷെല്ലുകളാണ് നമുക്കുള്ളത് എന്ന് നോക്കാം. നമുക്ക് ആ സബ് ഷെല്ലുകളെ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ബോർ ആറ്റം മാതൃകയിലുള്ള മെയിൻ ഷെല്ലിനോട് ചേർന്ന് സബ് ഷെല്ലുകളുടെ ഉപ ഊർജ നിലകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പരിചയപ്പെടുത്താം. നിങ്ങൾ 4 പേരുകൾ അങ്ങ് പഠിച്ചു, 4 ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചു വയ്ക്കണം. ഇംഗ്ലീഷ് വാക്കുകൾ ഇങ്ങനെയാണ്: ഷാർപ്പ്, പ്രിൻസിപ്പൽ, ഡിഫ്യൂഷൻ, ഫണ്ടമെൻ്റൽ. ഷാർപ്പ്, പ്രിൻസിപ്പൽ, ഡിഫ്യൂഷൻ, ഫണ്ടമെൻ്റൽ. ഈ 4 വാക്കുകളുണ്ട്. ഈ 4 വാക്കുകളുടെയും ആദ്യത്തെ അക്ഷരം എസ്, പി, ഡി, എഫ്, ഇങ്ങനെ 4 അക്ഷരങ്ങൾ നമ്മൾ സബ് ഊർജ നിലകൾ, ഉപ ഊർജ നിലകൾ അല്ലെങ്കിൽ സബ് ഷെല്ലുകൾ എന്ന് പേരിട്ട് പിടിക്കും. ഇനി ആ സബ് ഷെല്ലുകൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. സബ് ഷെല്ലുകൾ ഇരിക്കുന്നത്, ഒന്നാമത്തെ സബ് ഷെല്ല് എന്ന് പറഞ്ഞാൽ എസ് സബ് ഷെല്ലാണ്, എസ് ഓർബിറ്റലാണ്. ഇതിനെ വിളിക്കുന്നത് ഓർബിറ്റൽ എന്നാണ്. ഓർബിറ്റ് എന്നല്ല, ഓർബിറ്റ് നമ്മുടെ KLMN ആണ് ഓർബിറ്റ്. ഇതിനെ വിളിക്കുന്നത് ഓർബിറ്റൽ, ഒരു TAL ഉണ്ട്, ഓർബിറ്റൽ അവസാനം. അപ്പോൾ അതിന് ഒന്നാമത്തെ സബ് ഷെൽ എന്ന് പറഞ്ഞാൽ എസ് സബ് ഷെല്ലാണ്, രണ്ടാമത്തെ സബ് ഷെല്ല് P സബ് ഷെല്ലാണ്, മൂന്നാമത്തത് D സബ് ഷെല്ലാണ്, നാലാമത്തത് F സബ് ഷെല്ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഈ സബ് ഷെല്ലുകൾ ഇരിക്കുന്നത് ത്രിമാന മേഖലയിലാണ്, എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനിലാണ്. ത്രിമാന മേഖല എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സർക്കിൾ, നമുക്കൊരു സാധാരണ വള എടുക്കുന്നു, കയ്യിലിടുന്ന വള എടുക്കുന്നുണ്ടോ, ആ വള നമുക്കൊരു പേപ്പറിനകത്ത് വയ്ക്കാൻ പറ്റത്തില്ലയോ? പറ്റും. അതേസമയം ഒരു ചെറിയ ക്രിക്കറ്റ് ബോൾ എടുക്കുന്നു, നമ്മൾ കളിക്കുന്ന റബ്ബർ ബോൾ, അതെടുത്ത് ഒരു പേപ്പറിനകത്ത് വെച്ചാൽ പേപ്പറിൽ ഇരിക്കുമോ? ഇല്ല, പേപ്പറിൻ്റെ മുകളിലേക്ക് പൊങ്ങി നിൽക്കും, ഇല്ലേ? അപ്പോൾ വളയും ബോളും ഒരു പേപ്പറിൽ വയ്ക്കുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആ ദ്വിമാനവും ത്രിമാനവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലേ? അപ്പോൾ വള പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോർ മോഡലിനെ ഒരു ചെറിയ ബോൾ കണക്ക് നമ്മളങ്ങ് മാറ്റി ആ ദ്വിമാന മേഖലയിൽ ത്രിമാന മേഖലയിലേക്ക് മാറ്റി, 3 ഡയമെൻഷൻ മേഖലയിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റിയിട്ടു എന്ത് ചെയ്തു? നമ്മളവിടെ എസ് സബ് ഷെല്ലിൻ്റെ ഷേപ്പ് പഠിക്കുന്നു. എസ് സബ് ഷെല്ലിൻ്റെ ഷേപ്പ് ഞാൻ ഈ പറഞ്ഞ ചെറിയൊരു ബോളിൻ്റെ ഷേപ്പാണ്. ഇറ്റ് ഈസ് സ്ഫെറിക്കൽ ഷേപ്പ്, ഗോളാകൃതിയാണ്. എന്താകൃതിയാണ്? ഗോളാകൃതി. നിങ്ങളിവിടെ കാണിച്ചു തരുന്നുണ്ട്, ഗോളാകൃതിയാണ് എസ് സബ് ഷെല്ലിൻ്റെ ഷേപ്പ്. അടുത്തതായിട്ട് P സബ് ഷെല്ലാണ്. P സബ് ഷെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന സാധനമുണ്ട്, ഡംബൽ എന്ന് പറയും. ഡംബൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 2 സൈഡിലും ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന, നടുക്ക് ഒരു എന്താ പറയുക, കൈ പിടിക്കാൻ പറ്റുന്ന സാധനം, അതിനാണ് ഡംബൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡംബലാണ് P സബ് ഷെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. D സബ് ഷെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡബിൾ ഡംബലാണ്.
ഡി സബ്ഷെല്ലിൻ്റെ ഷേപ്പ് രണ്ട് ഡംബലുകൾ, ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടും ചേർന്നിരിക്കുന്ന ഡബിൾ ഡംബലാണ് ഡി സബ്ഷെല്ലിൻ്റെ ഷേപ്പ്. എഫിൻ്റെ ഷേപ്പിനെ പറ്റി നമുക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റത്തില്ല. അത് ഇതിനൊക്കെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ചുകൂടെ സങ്കീർണമായ ഷേപ്പാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ഇവിടെ പറയുന്നില്ല. പകരം നമ്മൾ എസും പിയും ഡിയും മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതിൽ നിങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് എസും പിയും ഡിയും ഉള്ളൂ. എഫിനെ കുറിച്ചുള്ളത് വലിയ ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പം ഈ 4 സബ്ഷെല്ലുകളുടെ പേരുകൾ എസ്, പി, ഡി, എഫ്. അതിൻ്റെ ഫുൾ ഫോമുകൾ പറഞ്ഞു: ഷാർപ്പ്, പ്രിൻസിപ്പൽ, ഡിഫ്യൂഷൻ, ഫണ്ടമെൻ്റൽ. ഇതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരുകൾ നമ്മൾ പഠിച്ചു. അതിൻ്റെ ഷേപ്പ് പറഞ്ഞു. എസിൻ്റെ ഷേപ്പ് സ്ഫെറിക്കൽ ഷേപ്പാണ്. എസ് സ്ഫെറിക്കൽ, എസ് സ്ഫിയർ എന്നങ്ങ് ഓർത്തിരുന്നാൽ മതി. പിയുടെ ഷേപ്പ് ഡംബൽ ഷേപ്പാണ്. ഡംബൽ, ജിമ്മിൻ്റെ കാര്യം ഓർത്തിരുന്നാൽ ഡംബൽ നമുക്ക് ഓർമ്മ വരും, ഡംബലാണ്. ഡിയുടെ ഷേപ്പ് ഡബിൾ ഡംബലാണ്. സബ്ഷെല്ലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഷേപ്പുകളെ കുറിച്ച് പറഞ്ഞു, പേരുകൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ സബ്ഷെല്ലുകൾ വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ കാര്യം തന്നെയാണ്. നമ്മളൊരു ടേബിളാണ് ഞാനിവിടെ കാണിക്കുന്നത് സ്ക്രീനിൽ. നിങ്ങൾ ആ ടേബിളൊന്ന് നോക്കിക്കോ. അതിനകത്ത് സോഡിയത്തിൻ്റെയും ആർഗണിൻ്റെയും പേരുകൾ കൊടുത്തിട്ടുണ്ട്. 2 മൂലകങ്ങൾ, സോഡിയം ആൻഡ് ആർഗൺ. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഷെല്ലുകൾ KLM എന്നീ ഷെല്ലുകളാണ്. അപ്പോൾ നമുക്കവിടെ K ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര, L ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര, M ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര. സോഡിയത്തിൻ്റെ K ഷെല്ല്, അപ്പോൾ എല്ലാത്തിൻ്റെയും K ഷെല്ല് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. K ഷെല്ലിലും പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അപ്പോൾ ഇവിടെ Kയിൽ 2. അടുത്ത L ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരെയാകാം? L ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരെയാകാം. സോഡിയത്തെ സംബന്ധിച്ച് L ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. അതുപോലെ ആർഗണിനെ സംബന്ധിച്ചും L ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അവിടുത്തെ M ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അപ്പം L ഷെല്ലിലെ 8 ഇലക്ട്രോണുകൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ് അല്ലേ. അറ്റോമിക് നമ്പർ ഈസ് 11. അപ്പോൾ അറ്റോമിക് നമ്പർ 11 ആകുമ്പോൾ അവിടെ 2, 8, 10 കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഒരു ഇലക്ട്രോണാണ്. ആ ഒരു ഇലക്ട്രോണാണ് M ഷെല്ലിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ആർഗണിൻ്റെ കേസിൽ എന്താണ് നമുക്ക് നോക്കാം. അവിടെ 2, 8 കഴിഞ്ഞ് ബാക്കിയുള്ളത് 8 ഇലക്ട്രോണാണ്. അപ്പോൾ അവിടെ M ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരും? 8 ഇലക്ട്രോൺ വരും. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ ഒന്നാമത്തെ ഓർബിറ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ ഓർബിറ്റ് കഴിഞ്ഞു, മൂന്നാമത്തെ ഓർബിറ്റിലേക്ക് പോയി. അങ്ങനെ മൂന്നാമത്തെ ഓർബിറ്റിലേക്ക് പോയപ്പോൾ നമുക്ക് ആർഗണിൻ്റെ എടുത്തു കഴിഞ്ഞാൽ 2, 8, 8 എന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി. സോഡിയത്തിൻ്റെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2, 8, 1. ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ബോർ ആറ്റം മാതൃകയിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിക്കൊണ്ടിരുന്നത്. അവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതനുസരിച്ച് എന്തു പറ്റും? ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരികയും ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണുകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു അല്ലേ. ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്തു. 2 കാര്യങ്ങളാണ് നമ്മളവിടെ പറയുന്നത്. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് ആരുടെ ഊർജം കൂടുന്നു? ഇലക്ട്രോണുകളുടെ ഊർജം കൂടുന്നു. അതുപോലെ തന്നെ ആ ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു. ഇനിയാണ് നമ്മൾ സബ്ഷെല്ലിലേക്ക് പോകുന്നത്. സബ്ഷെല്ലിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോകാനുള്ളൊരു കാരണമുണ്ട്. ആ കാരണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ആ കാരണം എന്ന് പറയുന്നത്, നമുക്ക് ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളിപ്പോൾ കണ്ടു, 2, 8, 8. ആർഗൺ കഴിഞ്ഞ് തൊട്ടടുത്ത മൂലകം എലമെൻ്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ് അല്ലേ. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ്. അപ്പോൾ അവിടെ നമുക്ക് 2, 8 അത് കഴിഞ്ഞ് 9 ആണ് വരേണ്ടത്. 2, 8, 9 ശരിയല്ലയോ? മൂന്നാമത്തെ ഓർബിറ്റിൽ നമുക്ക് 18 ഇലക്ട്രോൺ വരെ പറ്റും. അപ്പോൾ 2, 8, 9 എന്നല്ലേ വരേണ്ടത്. പക്ഷേ നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്, ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് 2, 8, 8, 1 എന്നാണ്. 2, 8, 8, 1 എന്നാണ് പൊട്ടാസ്യത്തിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. 2, 8, 9 എന്നല്ല എഴുതുന്നത്, 2, 8, 8, 1 എന്നാണ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ 8 കഴിഞ്ഞ് അടുത്തത് നമ്മൾ എഴുതുന്നത് 1 മാറ്റി എഴുതും അല്ലേ. അപ്പോൾ M ഷെല്ല് തന്നെയാണ്, അത് നമുക്കറിയാം. കാര്യം M ഷെല്ലിൽ 18 ഇലക്ട്രോൺ വരെ പറ്റും. പക്ഷേ M ഷെല്ലിൽ 18 ഇലക്ട്രോൺ പറ്റുമെങ്കിലും നമ്മൾ 2, 8, 8, 1 എന്ന് എഴുതാനുള്ള കാരണം എന്താ? അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സബ്ഷെൽ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്.
അപ്പോൾ എങ്ങനെയാണ് ഈ സബ് ഷെല്ല് വരുന്നത്, എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക, എളുപ്പത്തിൽ സബ് ഷെല്ലിൻ്റെ എണ്ണം അങ്ങനെ കണ്ടുപിടിക്കുക? വളരെ സിമ്പിളായിട്ട് നമുക്ക് 1, 2, 3 വരെയുള്ള കേസുകളിൽ സബ് ഷെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്താണോ ഓർബിറ്റിൻ്റെ നമ്പർ, അതായത് മെയിൻ ഷെല്ലിൻ്റെ നമ്പർ എന്താണോ അത്രയും സബ് ഷെല്ലുകൾ അവിടെ കാണും. ഒന്നാമത്തെ ഓർബിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ 1 ആണ്. അപ്പോൾ നമ്മൾ പറയും അവിടെ ഒരു സബ് ഷെല്ല് കാണും. രണ്ടാമത്തെ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്പർ 2 ആണ്. അപ്പോൾ അവിടെ 2 സബ് ഷെല്ലുകൾ കാണും. മൂന്നാമത്തെ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്പർ 3 ആണ്. അപ്പോൾ അവിടെ 3 സബ് ഷെല്ലുകൾ കാണും അല്ലേ? 3 സബ് ഷെല്ലുകൾ വരെ നമ്മൾ വയ്ക്കുക. നാലാമത്തെ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ്? 4 സബ് ഷെല്ലുകൾ. ഇവിടം വരെയാണ് നമ്മൾ സബ് ഷെല്ലുകൾ പഠിച്ചിട്ടുള്ളത്. 1, 2, 3, 4 4 സബ് ഷെല്ലാണെന്ന് ഞാൻ കുറച്ച് മുമ്പേ പറയുകയും ചെയ്തു. ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ്. ഇതാണ് സബ് ഷെല്ലുകൾ. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അവിടെ നമ്മൾ അടുത്തൊരു ഷെല്ലിൻ്റെ നമ്പറും സബ് ഷെല്ലുകളുടെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. ഒന്നാമത്തെ ഷെല്ലിലുള്ള സബ് ഷെൽ എന്ന് പറയുന്നത് എസ് സബ് ഷെല്ലാണ്. അവിടെ ഒരെണ്ണേ ഉള്ളൂ, എസ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഷെല്ലിലുള്ള സബ് ഷെൽ എന്ന് പറയുന്നത് എസും പിയുമാണ്. അപ്പോൾ 2 രണ്ടെണ്ണമാണ്. മൂന്നാമത്തെ ഷെല്ലിൽ നോക്കുമ്പോൾ 3 സബ് ഷെല്ലുകളാണുള്ളത്. എസ്, പി, ഡി ആണ് മൂന്നാമത്. നാലാമത്തെ ഷെല്ലിൽ നോക്കുമ്പോൾ അവിടെ 4 സബ് ഷെല്ലുകളുണ്ട്. എസ്, പി, ഡി, എഫ്. എസും പിയും ഡിയും എഫും, ഇങ്ങനെ 4 സബ് ഷെല്ലുകളാണ് അവിടെ ഉള്ളത്. അപ്പം അവിടെ നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ അവിടെ സബ് ഷെല്ലുകളെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെൽ എന്ന് പറയാൻ നമ്മൾ സൂചിപ്പിക്കുന്നത് 1s എന്നാണ്. എഴുതുന്നത് 1s, അത് വായിക്കുന്നതും 1s എന്നാണ് വായിക്കുന്നത്. അതേ കണക്ക് രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിനെ നമ്മൾ വിളിക്കുന്നത് 2s എന്നാണ്. 2 എഴുതിയിട്ട് ഒരു എസ് എഴുതും, സ്മോൾ ലെറ്റർ എസ് എഴുതും. ഇനി രണ്ടാമത്തെ ഷെല്ലിലെ മറ്റൊരു സബ് ഷെല്ലാണ് പി. അതിനെ നമ്മൾ 2p എന്ന് വിളിക്കും. 2 എഴുതിയിട്ട് 2p എഴുതും. മൂന്നാമത്തെ ഷെല്ലിലെയും നാലാമത്തെ ഷെല്ലിലെയും സബ് ഷെല്ലുകളുടെ പേരുകൾ എഴുതാൻ ഞാനിവിടെ സ്ക്രീനിൽ നിങ്ങൾക്കൊരു വർക്ക്ഷീറ്റ് കാണിക്കുന്നുണ്ട്. ഈ വർക്ക്ഷീറ്റ് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് നോട്ട്ബുക്കിലേക്ക് വരച്ചിട്ട് 3ഉം 4ഉം, മൂന്നാമത്തേതിൻ്റെ എസ്സിന് എന്ത് വിളിക്കും? 3s എന്ന് വിളിക്കും. പിക്ക് 3p എന്ന് വിളിക്കും. ഡിക്ക് 3d എന്ന് വിളിക്കും അല്ലേ? നാലാമത്തേന് 4s, 4p, 4d, 4f ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മൾ പേര് പറയുന്നത്. അപ്പോൾ ആ സബ് ഷെല്ലുകൾ ക്രമത്തിൽ അവിടെ നമ്മൾ എഴുതണം അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഒന്നാമത്തെ സബ് ഷെല്ലിലെ രണ്ടാമത്തെ സബ് ഷെല്ലിലെ ഒന്നാമത്തെ ഷെല്ലിലെ രണ്ടാമത്തെ ഷെല്ലിലെ മൂന്നാമത്തെ ഷെല്ലിലെ നാലാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലുകളുടെ എണ്ണം മനസ്സിലായി. അപ്പോൾ അതിൻ്റെ പേരുകളും നമ്മളവിടെ പറഞ്ഞു തരും അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനകത്തുള്ള ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോൺ പൂരണമാണ് നമ്മൾ എത്ര ഇലക്ട്രോണിനെ വെച്ച് പറ്റും എന്നുള്ളത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ പറ്റും എന്നുള്ളത് 2n² എന്ന് പറഞ്ഞൊരു സൂത്രവാക്യം നമ്മൾ പഠിച്ചായിരുന്നു. അതിൻ്റെ എക്സ്പാൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, 2n². ഇവിടെ നമ്മൾ പകരം വേറൊരു കാര്യം പഠിക്കും. ഒരു സബ് ഷെല്ലിൽ മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം ആ സബ് ഷെല്ലിൻ്റെ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം 1s എസ് സബ് ഷെല്ലിൽ എപ്പോഴും 2 ഇലക്ട്രോണിനെ പറ്റത്തുള്ളൂ. എസ് സബ് ഷെല്ലിൽ എപ്പോഴും എത്ര ഇലക്ട്രോൺ പറ്റും? 2 എണ്ണേ പറ്റത്തുള്ളൂ. പിക്കകത്ത് നമ്മൾ 6 ഇലക്ട്രോൺ പറ്റും. അതിന് കാരണം 3 p ഓർബിറ്റലുകളുണ്ട്. ആ 3 p ഓർബിറ്റലുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ട, പക്ഷെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. px, py, pz എന്ന് പറയുന്ന 3 p ഓർബിറ്റലുകളുണ്ട്. അതുകൊണ്ട് ഓരോ ഓർബിറ്റലിനകത്തും 2 ഇലക്ട്രോൺ വെച്ച്, അങ്ങനെ 3 × 2 ആയപ്പോൾ 6 ഇലക്ട്രോൺ പറ്റും. അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്നത് 5 d ഓർബിറ്റലുണ്ട്. ആ ഡി ഓർബിറ്റലിൻ്റെ പേരുകൾ നിങ്ങൾ പഠിക്കേണ്ട, ഞാൻ എന്നൊന്ന് പറയാം. ഡി ഓർബിറ്റലിൻ്റെ പേരുകൾ dxy, dxz, dyz, dx² - y², dz². ഇങ്ങനെ പറഞ്ഞ് 5 d ഓർബിറ്റലുണ്ട്. അപ്പോൾ 5 × 2 10 ഇലക്ട്രോൺസ് എവിടെ കൊള്ളും? ഡി ഓർബിറ്റലിനകത്ത് പറ്റും. എഫ് ഓർബിറ്റലാണെങ്കിൽ 7 എഫ് ഓർബിറ്റലുണ്ട്. അതുകൊണ്ട് 7 × 2 14 ഇലക്ട്രോൺസ് എഫ് ഓർബിറ്റലിൽ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ നമുക്കൊന്ന് നോക്കാം. പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ടേബിളാണ്. ആ ടേബിൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആ ടേബിൾ
നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആ ടേബിളിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഓരോ ഊർജ്ജ നിലകളിലുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ എണ്ണം ഒന്നാമത്തെ ഷെല്ലിനകത്ത് 2, രണ്ടാമത്തേനകത്ത് 8, മൂന്നാമത്തേനകത്ത് 18, നാലാമത്തേനകത്ത് 32 ഇത്രയുണ്ട് അല്ലേ. അപ്പോൾ ഒന്നാമത്തേനകത്തുള്ള ഓർബിറ്റൽ ഏതാണ്? എസ് ഓർബിറ്റൽ 1s ആണ്. 1s ആ 2 എണ്ണവും കൊള്ളും അല്ലേ. രണ്ടാമത്തേനകത്ത് എന്താ ഉള്ളത്? 1s-ഉം 2p ഉണ്ട്. അപ്പോൾ 1s-നകത്ത് 2 എണ്ണം ആണെങ്കിൽ 2p-ക്കകത്ത് എത്ര ഉള്ളും? 8-ന്ന് 2 കുറച്ചാൽ ബാക്കി 6. അപ്പോൾ 6 എണ്ണമാണ് 2p-യിൽ കൂടുന്നത്. ഇനി അടുത്തത് 3-ക്കകത്ത് മൊത്തം 18 ഇലക്ട്രോണാണ് ഉള്ളത്. ആ 18 എണ്ണത്തിനകത്ത് എങ്ങനെ കൊള്ളാം? 3s-നകത്ത് 2, 3p-ക്കകത്ത് 6, അപ്പം 6 × 2 8 കഴിഞ്ഞു. പിന്നെ 3d-ക്കകത്ത് 10 എണ്ണം, 3d-ക്കകത്ത് 10 എണ്ണം ഉണ്ട്. അപ്പോൾ അവിടെ 18. അപ്പോൾ ഇനി നാലാമത്തേനകത്ത് എന്തുകൊണ്ട്? നാലാമത്തേനകത്ത് 4s-നകത്ത് 2, 4p-ക്കകത്ത് 6, 4d-ക്കകത്ത് 10, അപ്പോൾ 18 കഴിഞ്ഞു. അപ്പോൾ 18-ൻ്റെ കൂടെ അടുത്ത എത്ര വേണം? 14 എണ്ണം. അപ്പം 4f-നകത്ത് 14 എണ്ണം കൂടെ കൊള്ളും. അപ്പം 18-ഉം 14-ഉം 32. അങ്ങനെയാണ് നമുക്ക് അവിടെ നാലാമത്തെ ഓർബിറ്റിനകത്ത്, നാലാമത്തെ ഷെല്ലിനകത്ത് 32 ഇലക്ട്രോൺസിനെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കുന്നത്. എത്രയായിരിക്കും? ഊർജ്ജ നിലകൾ ഓരോന്ന് കൊടുക്കും. അടുത്ത് കാണാം. എസ് ഓർബിറ്റിൽ 2, p-ക്കകത്ത് 6, d-ക്കകത്ത് 10, f-നകത്ത് 14. ഇത് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സബ് ഷെല്ലുകൾ SPDF, അതിനകത്തുള്ള ഇലക്ട്രോണുകളുടെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണം ഇത്രയാണ്. ഇത് നമ്മൾ കാണാതെ പഠിക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ. പിന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ എണ്ണം പറഞ്ഞത്. പക്ഷേ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാര്യം അതങ്ങനെയാണ്. നിങ്ങൾ ഇനി കുറച്ച് +1-ലാകുമ്പം ഇത് വിശദമായിട്ട് ഇത് പഠിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഈ സബ്ഷെൽ ലെവൽ ഇലക്ട്രോൺ വിന്യാസം, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ സബ്ഷെൽ ലെവൽ, അത് എഴുതാൻ നമുക്ക് പഠിക്കും അല്ലേ. അപ്പോൾ ആദ്യമേ ഹൈഡ്രജന് നോക്കാം. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഷെല്ല് മാത്രം K ഷെല്ലേ ഉള്ളൂ. K ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട്? ഒരു സബ് ഷെല്ലേ ഉള്ളൂ. ഏതാണ്? S സബ് ഷെല്ല്. എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ. ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ വന്നു ചേരുന്നത്? K ഷെല്ലിൽ. ഏത് സബ് ഷെല്ലാണുള്ളത്? S ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാൻ പറ്റും? ഒന്നാമത്തെ ഷെല്ലിലെ S സബ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 1s1 എന്ന് നമുക്ക് എഴുതാം. വായിക്കുന്നത് 1s1 എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ നോക്കാം. ഹീലിയത്തിൻ്റെ എങ്ങനെ വരും? ഹീലിയത്തിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. ഏത് ഷെല്ലിലാണ്? K ഷെല്ലിൽ തന്നെയാണ്. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? K ഷെല്ലിലെ സബ് ഷെല്ല് ഏതാണ്? S സബ് ഷെല്ല്. അപ്പോൾ ഏതാണ്? 1s2 അല്ലേ. അടുത്തത് ബെറീലിയം. ബെറീലിയം അറ്റോമിക് നമ്പർ എത്രയാണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം അല്ലേ. അറ്റോമിക് നമ്പർ 4 ആണ് അല്ലേ. അറ്റോമിക് നമ്പർ 4 ആണ് ബെറീലിയത്തിനുള്ളത്. അപ്പോൾ അവിടെ എത്ര കിട്ടും? 1s2 2s2 എന്ന് കിട്ടും. 1s2 2s2 എന്ന് കിട്ടും. തുടർന്ന് വരുന്ന ഓരോ മൂലകവും ഇങ്ങനെ നമ്മൾ അതിൻ്റെ എലമെൻറ്റ്സിൻ്റെ അറ്റോമിക് നമ്പർ എഴുതി വരാനായിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ എനർജി അനുസരിച്ചാണ്, എനർജി കൂടുന്നതനുസരിച്ചാണ് ഈ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നതെന്ന് പറയാം. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസ് ഇൻ എനർജി. ഓരോ ഓർബിറ്റിൻ്റെയും എനർജി കൂടുന്നതനുസരിച്ചാണ് അവിടെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത്. അപ്പം ഊർജം കൂടിയ ക്രമത്തിൽ, അപ്പം 2s കഴിഞ്ഞിട്ട് 2p ആണ്, 2p കഴിഞ്ഞിട്ട് 3s ആണ്, 3s കഴിഞ്ഞിട്ട് വരേണ്ടത് അവിടെ വരുന്ന നമ്മളത് നോക്കാം, ഓരോന്നിൻ്റെയും നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ തുടർന്ന് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ നോക്കുന്നു നമ്മൾ അല്ലേ. കാർബണിൻ്റെ വരെ അറ്റോമിക് നമ്പർ നോക്കാം അല്ലേ. അപ്പോൾ എന്നിട്ട് നമ്മളവിടെ കാര്യം പറയുന്നു എന്താണ്? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങൾ സബ്ഷെല്ലിൻ്റെ ഇടതുവശത്ത് എഴുതിയിരിക്കുന്ന സംഖ്യ 1s 2s 2p 3s 3p എന്നൊക്കെ പറയുന്നത് ആ ഇടതുവശത്ത് എഴുതിയിരിക്കുന്ന സംഖ്യ അവിടുത്തെ മെയിൻ ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റിൻ്റെ നമ്പറാണ്. അതിൻ്റെ ആ അക്ഷരത്തിൻ്റെ മുകളിലായിട്ട് വലത് സൈഡിൽ മുകളിലായിട്ട് എഴുതിയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ആ ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. മേളിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ 1s2 എന്ന് കൊടുത്താൽ ഒന്നാമത്തെ ഷെല്ലിൽ S സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ എന്നാണ് അർത്ഥം 1s2 എന്ന് പറയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും പറഞ്ഞത് വെച്ചുകൊണ്ട് നിങ്ങൾ അടുത്തൊരു വർക്ക്ഷീറ്റ് ഒന്ന് ചെയ്ത് കാണിച്ച്, അവിടെ നമ്മൾ ഒരു വർക്ക്ഷീറ്റ് ഒന്ന് കാണിക്കുകയാണ്. മൂലകങ്ങൾ നൈട്രജൻ, ഫ്ലൂറിൻ, സോഡിയം, അലുമിനിയം, ക്ലോറിൻ, ആർഗൺ
ഇത്രയും എലമെൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ്റെ 7, ഫ്ലൂറിൻ്റെ 9, സോഡിയത്തിന് 11, അലുമിനിയത്തിന് 13, ക്ലോറിന് 17, ആർഗണ് 18. എന്നിട്ട് അവിടെ വലത് സൈഡിൽ ടേബിളിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട്. ഇപ്പോൾ ചെയ്യേണ്ടത് ഈ സ്ക്രീനിൽ കാണുന്ന കാര്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തവർ നോട്ട്ബുക്കിലോട്ട് എഴുതി വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മൊത്തം എഴുതണം. അതിന് ഞാൻ ഇത് മൊത്തത്തിൽ നിങ്ങളെ കാണിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഒരൊറ്റ വരിയിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള ഒരു ഓർഡർ ഞാനങ്ങ് പറഞ്ഞു തരികയാണ്. അതായത് 1s2, 2s2, 2p6, 3s2, 3p6 ഇത്രയാകുമ്പോൾ നമുക്ക് ആർഗൺ വരെ 18 വരെയാവും. അവിടെ വരെ നമുക്കൊരു കുഴപ്പവുമില്ല. 1s2, 2s2, 2p6, 3s2, 3p6. അപ്പോൾ മുകളിലുള്ള നമ്പറുകളെല്ലാം കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 18 കിട്ടും. ആ 18 വരെ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ മുകളിലുള്ള നമ്പറുകൾ കൂട്ടി നോക്കി നമുക്ക് 18 വരും. ഇനി 19ാമത്തെ മൂലകം പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 1s2, 2s2, 2p6, 3s2, 3p6 കഴിഞ്ഞാൽ നമുക്കുള്ളത് 3D ആണ്. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അവസാനത്തെ ഇലക്ട്രോൺ പോകേണ്ടത് 3D ഓർബിറ്റലിലേക്കാണ്. പക്ഷേ അത് 3Dയിലേക്ക് പോകത്തില്ല. കാരണം എന്ത്? അവിടെ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് അടുത്തതായി നമ്മൾ പഠിക്കുന്നത്. ആ കാരണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത്, പൂരണം നടക്കുന്നത് ആ ഓർബിറ്റലുകളുടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി, ഊർജം കൂടുന്നതനുസരിച്ചാണ്. അപ്പോൾ ഊർജം കൂടുന്നതനുസരിച്ച് വരുമ്പോൾ നമ്മളിത് അവിടെ ഗ്രാഫ് ഞാനിവിടെ കാണിക്കുന്നു. ഊർജം കൂടുന്നത് KLMN എന്നീ ഷെല്ലുകളിലെ സബ് ഷെല്ലുകളുടെ ഊർജം കൂടുന്നതാണ് കാണിക്കുന്നത്. അവിടെ 3p കഴിഞ്ഞ് തൊട്ട് അടുത്ത ഊർജ നില എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആരെ കാണാം? അവിടെ 3D ആണോ ഉള്ളത്? അല്ല, അവിടെ കാണുന്നത് 4s ആണ്. ആ 4sനേക്കാൾ ഊർജം കൂടുതലാണ് 3Dക്ക്. അത് കഴിഞ്ഞാണ് 4pക്ക്, അല്ലേ? അപ്പോൾ നോക്കേ, ആ ഒരു കാരണം അവിടെ 4s എന്ന് പറയുന്നത് 3D ഓർബിറ്റിനേക്കാൾ ഊർജം കുറവാണ്. അതുകൊണ്ട് നമ്മൾ പറയും 3p കഴിഞ്ഞിട്ട് 3D അല്ല ഫില്ല് ചെയ്യപ്പെടുന്നത്, 4s ആണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. 4s. അപ്പോൾ 4s ഫില്ല് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വ്യത്യാസമുണ്ട്. എവിടം തൊട്ട്? പൊട്ടാസ്യം മുതൽ. ആർഗൺ വരെ ഒരു കുഴപ്പമില്ല, പൊട്ടാസ്യം മുതൽ. ഇങ്ങനെ 4s ഫില്ല് ചെയ്യപ്പെടാനുള്ള കാരണം, ഊർജ്ജത്തിൽ വ്യത്യാസം എന്ന് പറയുമ്പം നമുക്കെല്ലാം കൺഫ്യൂഷനാണ്. അതെങ്ങനെ ഊർജ്ജത്തിൽ വ്യത്യാസം? അതിനാണ് അടുത്തൊരു ചിത്രം ഞാൻ നിങ്ങളെ കാണിക്കുന്നു. ആ ചിത്രത്തിൽ നോക്കേ, ഇവിടെ നിങ്ങൾ നോക്കേ, 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f, 5s, 5p, 5d, 5f ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? എന്നിട്ട് അതിനെല്ലാം ഒരു ലൈൻ ഇട്ട് വെച്ചിട്ട് ഓരോന്നിൻ്റെ ഓർഡർ അനുസരിച്ച് ഡോട്ടഡ് ആരോ കൊടുത്തേക്കുന്നുണ്ടോ? ഈ പ്രിൻസിപ്പിളിനൊരു പേരുണ്ട്. ഈ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് ഓഫ്-ബ പ്രിൻസിപ്പിൾ. AUFBAU, ഓഫ്-ബ പ്രിൻസിപ്പിൾ. ഓഫ്-ബ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഓഫ്-ബ എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം ബിൽഡിംഗ് അപ്പ് എന്നാണ്. അപ്പം ഈ ഓഫ്-ബ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് ആ പ്രിൻസിപ്പിളാണ് പറയുന്നത് ഈ സബ്ഷെല്ലിനകത്ത് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് അതിൻ്റെ ഊർജത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മളോട് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1s2, 2s2, 2p6, 3s2, 3p6, 4s1. അടുത്ത കാൽഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴോ 1s2, 2s2, 2p6, 3s2, 3p6, 4s2. അപ്പോൾ അറ്റോമിക് നമ്പർ 20, കാൽഷ്യം എന്ന് പറഞ്ഞാൽ അവസാനം വന്ന് നിൽക്കുന്നത് എന്താണ്? 3p6, 4s2 എന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അവിടെ വരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി 21 മുതൽ 30 വരെയുള്ള എലമെൻറ്റ്സ് ഉണ്ട്. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. 21ാമത്തെ സ്കാൻഡിയമാണ്. സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുള്ള എലമെൻറ്റ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് നോക്കാം. സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? 1s2, 2s2, 2p6, 3s2,
3p6, അത് കഴിഞ്ഞിട്ട് 4s2 3d1 എന്നാണ് എഴുതുന്നത്. 4s2 3d1 അങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്തുന്നത്. പക്ഷേ അത് ഇലക്ട്രോൺ ഫില്ലിംഗ് അങ്ങനെയാണ് നടക്കുന്നതെങ്കിലും നമ്മൾ സാധാരണയായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 1s2 2s2 2p6 3s2 3p6 എന്ന് കഴിഞ്ഞാൽ എന്താണ്? 3d1 4s2 3d1 4s2 എന്നാണ് സ്കാൻഡിയം എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടർന്ന് വരുന്ന ടൈറ്റാനിയത്തിൻ്റെയും വനേഡിയത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p6 അത് കഴിഞ്ഞ് എന്താ വരുന്നത്? 3p6 കഴിഞ്ഞ് 3d2 4s2 3d2 4s2 ഇത് ടൈറ്റാനിയം. വനേഡിയം ആകുമ്പോൾ എന്ത് കിട്ടും? അവസാനം വരുമ്പോൾ ബാക്കിയെല്ലാം ശരി തന്നെ. അവസാനത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ പറയാം. 3d3 4s2 എന്ന് കിട്ടും. 3d3 4s2 അങ്ങനെയാണ് വനേഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എളുപ്പത്തിൽ എഴുതാനുള്ള ഒരു വഴി നമുക്ക് നോക്കാം. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അത് നമുക്ക് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കേ. ആർഗൺ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ എന്ത് എഴുതും? ആർഗൺ കൊടുത്തതിന് ശേഷം 4s1 എന്ന് കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം ആർഗൺ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആർഗൺ എന്നാണ്. അറ്റോമിക് നമ്പർ 18 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആർഗൺ. അതിനുശേഷം നമുക്ക് എന്ത് കൊടുക്കാം? അവിടെ 4s1 എന്ന് കൊടുക്കാം. ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എളുപ്പത്തിൽ എഴുതുന്ന അറ്റോമിക് നമ്പർ 19 18 എഴുതിയതിന് ശേഷം 4s1 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സോഡിയത്തിൻ്റെ എങ്ങനെ കൊടുക്കാം? സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 അല്ലേ? സോഡിയത്തിന് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് ഏതാണ്? സോഡിയത്തിന് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് നിയോൺ ആണ്. അപ്പോൾ നിയോൺ എന്ന് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് എഴുതിയിട്ട് നമ്മൾ എന്ത് എഴുതും? നിയോൺ എന്ന് എഴുതിയിട്ട് 3s1 എന്ന് എഴുതും. നിയോൺ എന്ന് എഴുതിയിട്ട് എന്ത് കൊടുക്കും? 3s1. നിയോൺ എന്ന് സ്ക്വയർ ബ്രാക്കറ്റ് എഴുതിയിട്ട് 3s1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് മൂലകങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ മൂലകങ്ങളുടെ പേരുകൾ കൊടുത്തിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ രീതിയിൽ നമുക്കൊന്ന് എഴുതാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം. മൂലകങ്ങൾ കൊടുത്തിരിക്കുന്നത് സ്കാൻഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, കൊബാൾട്ട്, സിങ്ക്. സ്കാൻഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, കൊബാൾട്ട്, സിങ്ക് ഇതിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. സ്കാൻഡിയത്തിന് തൊട്ട് മുമ്പ് വരുന്ന എന്താണ് നമ്മുടെ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ആർഗൺ ആണ്. സ്കാൻഡിയത്തിന് അറ്റോമിക് നമ്പർ 21 അപ്പോൾ ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് കൊടുക്കാം? 3d1 4s2 എന്ന് ആർക്ക് കൊടുക്കാം? സ്കാൻഡിയത്തിന് കൊടുക്കാം. കാൽഷ്യത്തിനാണെങ്കിൽ എന്ത് കൊടുക്കും? ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കും? 4s2 എന്ന് കൊടുക്കും. അവിടെ 3d ഉണ്ടോ? ഇല്ല, 20 ആണ് അറ്റോമിക് നമ്പർ. മഗ്നീഷ്യത്തിൻ്റെ കേസിൽ മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അവിടെ നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ശേഷം എന്ത് കൊടുക്കാം? നമുക്ക് 3h2 എന്ന് കൊടുക്കാം. അടുത്ത കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ 27 ആണ് അല്ല, 27 ആയപ്പോൾ എന്ത് കൊടുക്കും? ആർഗണിൻ്റെ അറ്റോമിക് നമ്പറിന് ശേഷം ആർഗൺ കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കാം? നമുക്ക് 3d7 4s2 എന്ന് കൊടുക്കാം. 3d7 4s2 കൊബാൾട്ട്. സിങ്ക് ആണെങ്കിൽ എന്ത് കൊടുക്കാം? നമുക്ക് ആർഗൺ കഴിഞ്ഞതിന് ശേഷം 3d10 4s2 എന്ന് കൊടുക്കാം. 3d10 4s2 ഇതാണ് സിങ്ക് അറ്റോമിക് നമ്പർ 30 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ അത് ഒരു ചെറിയ കാര്യം ഇവിടെ നമുക്കിവിടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ 1-2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുന്നു. ഒന്ന് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുന്നു. ക്രോമിയം അറ്റോമിക് നമ്പർ 24 ആണ് അല്ലേ? അറ്റോമിക് നമ്പർ 24 ആകുമ്പോൾ നമുക്ക് ആർഗൺ കഴിഞ്ഞിട്ട് വരുന്നത് 3d4 4s2 എന്നാണ് വരുന്നത്. 3d4 4s2. പക്ഷേ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് 3d5 4s1 എന്നാണ്. 3d5 4s1 ഇതാണ് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് കണക്ക് കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാൽ കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് വരുന്നത് അവസാനം 29 ആണ്. അറ്റോമിക് നമ്പർ 29 ആണ്. അപ്പോൾ ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ശേഷം വരുന്നത് 3d9 4s2 എന്നാണ്. 3d9 4s2. പക്ഷേ അത് നമ്മൾ എഴുതുന്നത് 3d10 4s1 എന്നാണ്. അതാണ് കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ പ്രത്യേകത. ഇനി എന്തുകൊണ്ട് ഈ 3d4 3d5ഉം 3d9 3d10ഉമായി മാറി? അവിടെയാണ് നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുന്നത്. ഏത് ഓർബിറ്റലായാലും എസ് ഓർബിറ്റലായാലും പി ഓർബിറ്റലായാലും ഡി ഓർബിറ്റലായാലും എഫ് ഓർബിറ്റലായാലും ഏത് ഓർബിറ്റലായാലും
അതിൻ്റെ സ്റ്റെബിലിറ്റി, സ്ഥിരത കൂടുന്നത് അതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്നുകിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം, മൊത്തത്തിൽ അത് ഫില്ലായിരിക്കണം, പൂരിതമായിരിക്കണം. എന്ന് പറഞ്ഞാൽ എസിനകത്ത് 2 എണ്ണം കാണണം, പിക്കകത്ത് 6 എണ്ണം കാണണം, ഡിക്കകത്ത് 10 എണ്ണം കാണണം, എഫിനകത്ത് 14 എണ്ണം കാണണം. അല്ലെങ്കിൽ അത് ഹാഫ് ഫിൽഡ് ആയിരിക്കണം, പകുതി മാത്രം അതിനകത്ത് ഇലക്ട്രോൺ പൂരിതമായിരിക്കണം. ഒന്ന് S1, അതുപോലെ തന്നെ P3, അതുപോലെ D5, F7 ഇങ്ങനെയുള്ള നിലകളിലായിരിക്കണം. അപ്പോൾ ഈ 2 നിലകൾ അതിനെ നമ്മൾ വിളിക്കുന്നത് ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് എന്നാണ്. ഹാഫ് ഫിൽഡും ഫുള്ളി ഫിൽഡുമായ ഓർബിറ്റൽസ് അതിന് സ്ഥിരത വളരെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ അവസാനം വരുമ്പോൾ നമ്മൾ എഴുതുന്നത് എന്താണ്? ക്രോമിയത്തിൻ്റെ കേസിൽ നമ്മൾ എഴുതും 3D5 4s1 എന്ന് എഴുതും. കോപ്പറിൻ്റെ കേസിൽ നമ്മൾ എഴുതും 3D10 4s1 എന്ന് എഴുതും. അപ്പോൾ നമുക്കത് എഴുതി കാണിക്കാൻ ഇവിടെ ഒരു ചോദ്യം ഞാൻ തരുന്നു. എന്താണ്? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോപ്പറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ശരിയായി കണ്ടെത്തുക. അപ്പോൾ എന്താണ് അവിടെ നമ്മൾ ശരിയായി കണ്ടെത്തുന്ന ഏതായിരിക്കും? അവ രണ്ടാമത്തതായിരിക്കും അല്ലേ? 3D10 4s1 എന്ന് പറയുന്നതായിരിക്കും കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമുക്ക് ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിലേക്ക് എത്തി. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യമേ ആറ്റം ഘടനയെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെയാണ് കുറച്ച് പറഞ്ഞത്. പിന്നീട് വന്നപ്പോൾ നമ്മൾ ആറ്റം ഘടനയിൽ ജെ തോംസൺ മുതൽ നമുക്ക് നീൽസ് ബോർ വരെയുള്ള ആറ്റം മാതൃകകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊരു പുതിയ തരത്തിലേക്ക് പോവുകയാണ്. അതിനെ മോഡേൺ തിയറി ഓഫ് അറ്റോമിക് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അതിൻ്റെ പൂർണ്ണമായ രൂപം നിങ്ങളിവിടെ പഠിക്കുന്നില്ല, പക്ഷേ അതിൻ്റെ ചെറിയൊരു സാധനം, ഒരു ചെറിയൊരു കാര്യം മാത്രമേ നിങ്ങളിവിടെ പഠിക്കുന്നുള്ളൂ. ആ മോഡേൺ തിയറി ഉണ്ടാക്കിയത് ഇർവിൻ ഷ്രോഡിങ്ങറും ഡി ബ്രോഗ്ലി, ഹെയ്സൺബർഗ് തുടങ്ങിയ കുറേ സയൻറ്റിസ്റ്റുകൾ ചേർന്നാണ് ഇതുണ്ടാക്കിയത്. അവരുടെയൊക്കെ പേരുകൾ നിങ്ങൾ ഇനി +1 പഠിക്കും. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. സബ് ഷെല്ലുകൾ നമുക്കുണ്ട്. ഒരു ഷെല്ലിന് സബ് ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റലുകളുണ്ട്. ആ ഓർബിറ്റലുകളുടെ പേരാണ് നമ്മൾ പഠിച്ചത് SPDF, ഷാർപ്പ്, പ്രിൻസിപ്പിൾ, ഡിഫ്യൂഷൻ, ഫണ്ടമെൻ്റൽ എന്നീ പേരുകൾ ഓർത്തിരിക്കണം. അതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 3-4 ചോദ്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. ഒരാറ്റത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s2 എന്നാണ് എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉത്തരം കണ്ടെത്തുക. എന്നിവ താഴെ കൊടുത്തിരിക്കുന്ന ഉത്തരം കണ്ടെത്താൻ ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ആറ്റത്തിന് എത്ര ഷെല്ലുകളുണ്ട്, ഓരോ ഷെല്ലിൻ്റെയും സബ് ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്, അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത് ഏത് സബ് ഷെല്ലിലാണ്, ആറ്റത്തിൻ്റെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്, അറ്റോമിക നമ്പർ എത്രയാണ്, സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ ചുരുക്കി എഴുതാം. ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോൺ വിന്യാസം വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തതിന് ശേഷം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം സ്വന്തമായി ഇന്നത്തെ ഈ ക്ലാസ് കണ്ടുകൊണ്ട് കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ ചാനലിൽ ആദ്യമേ ഇട്ടത് കെമിസ്ട്രിയുടെ രസതന്ത്രത്തിൻ്റെ ബേസിക് പാഠങ്ങളാണ്. അതിനകത്ത് നിങ്ങൾക്ക് എലമെൻസിനെ കുറിച്ചും അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചും ഉള്ള മുഴുവൻ ക്ലാസ്സുകളും ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലേക്ക് പോർഷൻ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ക്ലാസ്സുകളാണത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ 1, 2, 3 ക്ലാസ്സുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലമെൻസിനെ കുറിച്ചും പീരിയോഡിക് ടേബിളിനെ കുറിച്ചും പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകളെ കുറിച്ചും ഒക്കെയുള്ള പൂർണ്ണമായ ഒരു അറിവ് കിട്ടും. ആ വീഡിയോ കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാൻ കഴിയത്തുള്ളൂ എന്നറിയിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകൾ സ്ഥിരമായി നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകളെല്ലാവരും കാണണം. അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്, വർക്ക്ഷീറ്റുകൾ നിങ്ങൾ ടീച്ചേഴ്സ് തരുന്നുണ്ട്. അത് നിങ്ങൾ പൂർത്തീകരിക്കണം. ഈ ക്ലാസ് ഒരു സഹായത്തിന് വേണ്ടി മാത്രം, നിങ്ങൾക്കത് ചെയ്യാൻ ഉള്ള സഹായത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം.